ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. മെയ് 7 മോക്ക് ഡ്രിൽ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വ്യോമാക്രമണ മുന്നറിയിപ്പും സൈറണുകളുടെ പ്രവർത്തനക്ഷമതയും പരിശോധനയും ഉൾപ്പെടെ 5 പ്രധാന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ച പൂർത്തിയായിരിക്കുന്ന വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അപൂർവമായ ഒരു സാഹചര്യം ആണ്. ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തേണ്ടതുണ്ട്? രാജ്യം കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മോക്ക് ഡ്രിൽ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും വേണ്ടി നടത്തുന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ് വായിച്ചെടുക്കേണ്ടത് ശ്രീജിത്ത്? ബിനിൽ, തീർച്ചയായും ഒരു അടിയന്തര സാഹചര്യം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇല്ലെങ്കിൽ ഇത്തരത്തിൽ, അതായത് ഒരു 5 നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മോക്ക് ഡ്രിൽ നടത്താനുള്ള 5 നിർദ്ദേശം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലില്ല. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, ചർച്ചകൾ, ഉന്നതതല ചർച്ചകളൊക്കെ ഡൽഹിയിൽ കഴിഞ്ഞ് 12 ദിവസമായി നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കം പങ്കെടുത്ത തുടർച്ചയായ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പ്രതിരോധ സെക്രട്ടറി, അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള, അതിനുശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഈ 3 പേരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്ന് യോഗം നടത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം ഒരു 5 നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് മെയ് 7 മോക്ക് ഡ്രിൽ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, വ്യോമാക്രമണം ഉണ്ടായാൽ അതിൻ്റെ സൈറണുകൾ, അതായത് സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സൈറണുകൾ മുഴക്കാനുള്ള പരിശീലനം, ഒപ്പം വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒളിസങ്കേതങ്ങൾ കണ്ടെത്താനും അവർക്ക് സിവിൽ ഡിഫൻസ് അടക്കമുള്ള, അതായത് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനുമുള്ള പരിശീലനം, അതിനൊപ്പം തന്നെ ഈ സൈനിക മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ, വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ സൈനിക വേഷത്തിൻ്റെ രൂപത്തിൽ, അതായത് നമുക്കറിയാം സൈനിക വേഷത്തിൻ്റെ രൂപത്തിലൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുക, ആ രൂപത്തിലുള്ള പരിശീലനം. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി ഇവാക്യുവേഷൻ, അതായത് അടിയന്തര സാഹചര്യത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടി വേണമെങ്കിൽ ആ നടപടി. അങ്ങനെ ആ രൂപത്തിൽ 5 പരിശീലനങ്ങൾ അല്ലെങ്കിൽ 5 നിർദ്ദേശങ്ങളാണ്. ഈ 5 നിർദ്ദേശങ്ങൾ സാധാരണഗതിയിൽ ഏത് രാജ്യത്തും ഒരു അടിയന്തര യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നൽകുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ 12 ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ചർച്ചകളാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക, ദേശസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോവുക, അതോടൊപ്പം തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇന്നും നടന്നിട്ടുള്ളത്. എന്തായാലും ഒരു 5 നിർദ്ദേശം മെയ് 7 മോക്ക് ഡ്രിൽ നടത്താനുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നത് വളരെ സുപ്രധാനമായ നീക്കമായിട്ട് വേണം. ഒരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം, നമ്മൾ സമീപകാലത്തൊന്നും ഈ വിധത്തിലുള്ള സംഭവങ്ങളെ പറ്റി കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾ, ക്രോസ് ബോർഡർ ടെററിസം തടയുമെന്നായിരുന്നല്ലോ നമ്മുടെ ഒരു പ്രഖ്യാപിത നിലപാട്. അതിനപ്പുറത്തേക്ക് ശക്തമായ തുടർ പാക് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നുണ്ട്, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സമ്പൂർണ്ണ സൈനിക നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ? തീർച്ചയായും അങ്ങനെ വേണം ഒരുപക്ഷെ കണക്കാക്കാൻ. കാരണം ഇന്ത്യ എന്തായാലും സമ്പൂർണ്ണ സൈനിക നീക്കം ആദ്യം നടത്താൻ സാധ്യതയില്ല. ലോകരാജ്യങ്ങളുടെ പിന്തുണയെല്ലാം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഏതായാലും വളരെ സേഫ് സോണിലാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ്റെ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സുസജ്ജമാണ്, സൈന്യം ശക്തമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക, പാകിസ്ഥാന് മുന്നറിയിപ്പുമായി നിൽക്കുക. ഏതെങ്കിലും ഒരു കാരണവശാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ രാജ്യം സന്നദ്ധമാണ്, സജ്ജമാണ് എന്ന് ലോകരാജ്യങ്ങളെയും പാകിസ്ഥാനെയും ഒരേപോലെ അറിയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. അതോടൊപ്പം തന്നെ എന്തായാലും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദികൾക്ക് മേൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാജ്നാഥ് സിംഗും, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സൈന്യം ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒരു ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിരിക്കണം ഇപ്പോൾ ഇന്ത്യ ഈ രൂപത്തിൽ, അതായത് സിവിലിയൻസിന് മേൽ അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് മേൽ ഒരു സുരക്ഷ ഉറപ്പാക്കാനും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇവാക്യുവേഷൻ അടക്കം, അതായത് പൂർണ്ണമായി ഒഴിപ്പിക്കൽ സാഹചര്യം വേണമെങ്കിൽ അങ്ങനെ, അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് ബാധകമാണ്. വളരെ വേഗത്തിൽ കേരളത്തിലേക്കടക്കം ആക്രമിക്കാനുള്ള ദീർഘദൂര മിസൈലുകളൊക്കെ പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. എന്തായാലും ബില്ലിൽ ചോദിച്ച പോലെ ഇന്ത്യ എന്തായാലും ആദ്യം ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുമെന്ന് തോന്നുന്നില്ല പാകിസ്ഥാന് മേൽ. മറിച്ച് ഭീകര കേന്ദ്രങ്ങളിലേക്ക്, ഭീകരരെ നേർക്കുനേർ ആക്രമിക്കാനുള്ളൊരു സാധ്യത ഇന്ത്യ തിരയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനൊരു സാധ്യത എപ്പോഴെങ്കിലും കിട്ടിയാൽ, അതായത് ഭീകരരുടെ ഒളിസങ്കേതങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഉറപ്പായും ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിനിൽ,
ശരി, വ്യക്തമാണ്. ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇന്ത്യ എന്തായാലും ആ വിധത്തിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിലേക്ക് പോവുകയില്ല. പക്ഷേ ക്രോസ് ബോർഡർ ടെററിസം, അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെ തടയാൻ ഇന്ത്യ എല്ലാ കാലത്തും ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ആ നിലപാടെടുക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായി പ്രതിരോധിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മോക്ക് ഡ്രിൽ നടത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ.